ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ 2017 നവംബർ 19 ASRO നടത്തിയ ഇലക്ട്രീഷ്യൻ ട്രേഡിലെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റിന് capacitors, if three capacitors of 5, 10 and 15 farad capacitance are connected in parallel, what is the resultant capacitance? നമ്മൾ കപ്പാസിറ്റൻസ് പാരലായിട്ട് മുമ്പത്തെ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കപ്പാസിറ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C1 + C2 + C3 അങ്ങനെയാണ് പോകുന്നത്. പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ 1/C is equal to 1/C1 + 1/C2 + 1/C3, റെസിസ്റ്റൻസിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് മൂന്നും പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു 5 + 10 + 15, ദാറ്റ്സ് ഈക്വൽ ടു 30 മൈക്രോ ഫാരഡ്, 30 ഫാരഡ്, എല്ലാം ഫാരഡിലാണ്, 30 ഫാരഡ്. ദെൻ വാട്ട് ഈസ് XLP? XLP എന്ന് പറയുന്നത് ഒരു കേബിളാണ്. XLP മീൻസ് അതിൻ്റെ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്ററിൻ്റെ പേരാണ് ആക്ച്വലി XLP. ക്രോസ് ലിങ്ക്ഡ് പോളി എത്തിലീൻ എന്നുള്ളതാണ് XLPയുടെ ഫുൾ ഫോം, ക്രോസ് ലിങ്ക്ഡ് പോളി എത്തിലീൻ. അതേപോലെ ഇവിടെ നമുക്ക് അതായിട്ട് ഓർത്തിരിക്കേണ്ട വേറൊരു ടേമാണ് PVC. PVC മീൻസ് പോളി വിനൈൽ ക്ലോറൈഡ്. ഇതും ഒരു കേബിളിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റിംഗ് മെറ്റീരിയലാണ്, പോളി വിനൈൽ ക്ലോറൈഡ്, PVC. വാട്ട് ഈസ് MCCB? വീണ്ടും ഒരു ഇതാണ്, എക്സ്പാൻഷനാണ് ചോദിച്ചത്. MCCB മീൻസ് മൗൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ. MCCB മീൻസ് മൗൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ ആണ്. മൗൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ എന്നുള്ളതാണ് MCCBയുടെ ഫുൾ ഫോം. MCB എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വേറൊരു നമുക്കൊരു പ്രൊട്ടക്റ്റിംഗ് ഡിവൈസ് ഉണ്ട്, MCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്നുള്ളതാണ് MCBയുടെ ഫുൾ ഫോം. RCCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിഡ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ. ELCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. ELCB എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. ഇങ്ങനെ 4 ടൈപ്പ് സർക്യൂട്ട് ബ്രേക്കേഴ്സ്: MCB, MCCB, RCCB, ELCB. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ, മൗൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ, റെസിഡ്വൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. സ്റ്റാൻഡേർഡ് വോൾട്ടേജ് ഓർ സെൽ ഓഫ് എ ലെഡ് ആസിഡ് ബാറ്ററീസ്. ലെഡ് ആസിഡ് ബാറ്ററിയുടെ സ്റ്റാൻഡേർഡ് വോൾട്ടേജ്, സ്റ്റാൻഡേർഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് 2 വോൾട്ട് ആണ് സ്റ്റാൻഡേർഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ബാറ്ററിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നിക്കൽ അയോൺ ബാറ്ററി ആണെങ്കിൽ അത് 1.36, നിക്കൽ കാഡ്മിയം ബാറ്ററി ആണെങ്കിൽ 1.25, സിൽവർ സിങ്ക് ആണെങ്കിൽ 1.86, ദെൻ സിൽവർ കാഡ്മിയം ആണെങ്കിൽ അത് 1.1. ഇതെല്ലാം സെക്കൻഡറി സെല്ലുകളാണ്. ലെഡ് ആസിഡ് സെല്ലിൻ്റെ ഇവിടെ പറയുന്ന സെക്കൻഡറി സെല്ലുകളാണ് ഇതെല്ലാം. ഇനി നമ്മൾ പ്രൈമറി സെല്ലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ കാർബൺ സിങ്ക് ആണെങ്കിൽ അത് 1.5, സിങ്ക് ക്ലോറൈഡ് എടുക്കുകയാണെങ്കിൽ അത് 1.5, മാംഗനീസ് സെല്ലാണ് എടുക്കുകയാണെങ്കിൽ അത് 1.5, സിൽവർ ഓക്സൈഡ് എടുക്കുകയാണെങ്കിൽ 1.5. അതായത് ഇതൊക്കെ 1.5 ആണ് പ്രൈമറി സെല്ലിൻ്റെത്. ഇനി ഇതിലൊരു മാറ്റം വരുന്നത് ലിഥിയം സെല്ലാണ്. ലിഥിയം സെല്ല് 2.95, മെർക്കുറി സെല്ലാണെങ്കിൽ അത് 1.35. ഇതാണ് ഓരോ സെല്ലിൻ്റെയും വോൾട്ടേജ് വാല്യൂസ് എന്ന് പറയുന്നത്. റൈറ്റ്. ദെൻ വാട്ട് ഈസ് SPV സെൽ? SPV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ ഫോട്ടോ വോൾട്ടായിക് സെല്ലിനെയാണ് SPV സെൽ എന്ന് പറയുന്നത്. സോളാർ ഫോട്ടോ വോൾട്ടായിക് സെൽ. റൈറ്റ്. 3 ക്വസ്റ്റ്യൻ ഇതിനകത്ത് എക്സ്പാൻഷൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദെൻ ഇൻസ്ട്രുമെന്റ് യൂസ് ടു മെഷർ കറണ്ട് വിത്തൗട്ട് ബ്രേക്കിംഗ് ദ സർക്യൂട്ട് ബ്രേക്ക് ചെയ്യാതെ ഇൻസ്ട്രുമെന്റ് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണെന്നുള്ളത്. നമുക്ക് നോർമലി മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ ചെയ്യുന്നത് സർക്യൂട്ടിനകത്ത് സീരീസ് ആയിട്ടോ പാരലൽ ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കണക്ഷൻസ്, അതിന്റെ ബേസ്ഡ് ഓൺ ദി കണക്ഷൻസ് ആണ് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷേ നമ്മൾ ആ സമയത്തൊക്കെ നമ്മുടെ സർക്യൂട്ടിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഡിസ്റ്റർബ് ചെയ്യേണ്ടി വരും. ഇനി സർക്യൂട്ടിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് സർക്യൂട്ടിന്റെ കണക്ഷൻ ഡിസ്റ്റർബ് ഒന്നും ചെയ്യാതെ ഇതിനകത്ത് നിന്ന് മെഷർ ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റിനെയാണ് ക്ലാമ്പ് മീറ്റേഴ്സ് എന്ന് പറയുക. ക്ലാമ്പ് മീറ്റേഴ്സ് നമ്മൾ കണ്ടക്ടറിനകത്ത് നമ്മൾ ഈ കണ്ടക്ടറിനെ പുറത്തൂടെ ഈ ക്ലാമ്പ് ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ട് CT വഴിയാണ് അല്ലെങ്കിൽ അതിന് ഇൻഡക്ഷൻ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്ലാമ്പ് മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലാമ്പ് മീറ്ററിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ക്ലാമ്പ് മീറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സർക്യൂട്ട് ബ്രേക്ക് ചെയ്യോ സർക്യൂട്ട് ഡിസ്കണക്ട് ചെയ്യോ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് വയറിൻ്റെ മുകളിൽ ക്ലിപ്പ് ചെയ്താൽ മാത്രം മതി. ദെൻ which component is used to improve the power factor of an inductive load? ഇൻഡക്റ്റീവ് ലോഡിൻ്റെ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കപ്പാസിറ്റർ ആണ്. വേറെ എക്സ്പാൻഷൻസും അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും അതിന് വേണ്ട. കപ്പാസിറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന കമ്പോണൻറ്റ്. Then reactive power is denoted by kVAR. 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ 4 ഓപ്ഷൻ അങ്ങനെ തന്നെ. കിലോ വാട്ട് എന്ന് പറയുന്നത് ആക്റ്റീവ് പവർ ആണ്, KVA എന്ന് പറയുന്നത് അപ്പാരന്റ് പവർ ആണ്, KWH എന്ന് പറയുന്നത് എനർജിയാണ്. റൈറ്റ്.
Then what is used in a circuit to prevent electric shock? Electric shock prevent ചെയ്യാൻ വേണ്ടി എന്താണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ തൊട്ട് മുമ്പ് 4 സർക്യൂട്ട് ബ്രേക്കേഴ്സ് പറഞ്ഞിരുന്നു. RCCB, MCCB, ELCB, MCB. അപ്പോൾ സർക്യൂട്ട് ടു പ്രിവെൻറ്റ് ഇലക്ട്രിക് ഷോക്കിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് RCCB ആണ്. RCCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീക്കേജ് കറണ്ട് പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് RCCB എന്ന് പറയുന്നത്. ഓവർലോഡ് അതേപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് ഫാൾട്ടിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് MCCB എന്ന് പറയുന്നത്. MCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് കറണ്ട് പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ. എർത്ത് ടെസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ആക്ച്വലി എർത്ത് ടെസ്റ്റർ എന്ന് പറയുന്നത്. Then 1 unit of electrical energy is equal to 1 kilowatt hour. 1 kilowatt hour അതല്ലെങ്കിൽ BOT എന്ന് പറയുന്ന ഒരു യൂണിറ്റും കൂടെ ഇലക്ട്രിക്കൽ യൂണിറ്റിന് ഉണ്ട്. ഇത് മുമ്പുള്ള യൂണിറ്റാണ്, ഇപ്പോൾ നമ്മൾ കിലോവാട്ട് അവറിലാണ് പറയാറുള്ളത്. The color code for 56 kilo ohm is കാർബൺ റെസിസ്റ്ററിൻ്റെ കളർ കോഡിൻ്റെ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BB റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് വെരി ഗുഡ് വൈഫ്. അപ്പോൾ ഇതിനകത്ത് 0 മുതൽ 0 ബ്ലാക്ക് ബ്രൗൺ 0 1 2 3 4 5 6 7 8 9 ഇങ്ങനെയാണ് നമ്പേഴ്സ് വരുന്നത്. നമ്മളോട് ചോദിച്ചിരുന്നത് 56 ആണ്. 5ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആളാണ് നമ്മളുടെ ജി മീൻസ് ഫസ്റ്റ് ജി മീൻസ് ഗ്രീൻ ആണ്. ദെൻ രണ്ടാമത്തെ ജി എന്ന് പറയുന്നത് ഗ്രേ ആണ്. ഇനി രണ്ടാമത്തെ ഡിജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ്. 6ൻ്റെ വാല്യൂ വരുന്നത് B ആണ്. അതായത് 1 2 3 മൂന്നാമത്തെ B ആണ്. മൂന്നാമത്തെ B എന്ന് പറയുന്നത് ബ്ലൂ ആണ്. ഇത് ബ്ലാക്ക് ബ്രൗൺ, മൂന്നാമത്തെ B ബ്ലൂ ആണ്. ഇനി പവർ എന്ന് പറഞ്ഞാൽ 10⁻³ കിലോ ഓം ആണ്, വിച്ച് മീൻസ് 10⁻³ 10⁻³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ച് റെഡി. അപ്പോൾ ഗ്രീൻ ബ്ലൂ ഓറഞ്ച് ആണ് ഈ പറഞ്ഞ റെസിസ്റ്ററിൻ്റെ കളർ കോഡ്. Then the forward voltage drop of silicon diode is around. Forward voltage drop of silicon diode. ഇത് രണ്ടും പല ചെറിയ ക്ലാസ് മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു വാല്യൂ ആണ്. സിലിക്കൻ്റെ ഫോർവേഡ് ഡ്രോപ്പ് എന്ന് പറയുന്നത് 0.7ഉം ജർമേനിയത്തിൻ്റെ ഫോർവേഡ് ഡ്രോപ്പ് എന്ന് പറയുന്നത് 0.3 വോൾട്ടും ആണ്. In an RC circuit, if C is equal to 1 microfarad and R is equal to 1 kilo ohm, what is the value of time constant? RC circuit ആണത്. RC സർക്യൂട്ടിനകത്ത് ടൈം കോൺസ്റ്റൻ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R/C എന്നുള്ളതാണ് ടൈം കോൺസ്റ്റൻ്റ് വാല്യൂ. അപ്പോൾ R/C, ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 kilo ohm ആണ്, 1 × 10⁻³ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 microfarad ആണ്, 10⁻⁻6 വിച്ച് മീൻസ് 10⁻³ ആണ് ടൈം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. 10⁻³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 millisecond റൈറ്റ്. ഇനി സപ്പോസ് ഇത് RL സർക്യൂട്ട് ആയിരുന്നു എന്ന് വിചാരിക്കുക. RL സർക്യൂട്ട് ആയിരുന്നെങ്കിൽ ടൈം കോൺസ്റ്റൻ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L/R ആണ്. ടോ ഈസ് ഈക്വൽ ടു L/R. The circuit element which resists the change in current through it by action of magnetic field. Circuit element which change in the current through its magnetic action. മാഗ്നറ്റിക് ആക്ഷനിൽ കൂടെ കറണ്ടിൻ്റെ ചേഞ്ചസിനെ റെസിസ്റ്റ് ചെയ്യുന്ന ആളാണ് ഇൻഡക്ടർ എന്ന് പറയുന്നത്. കറണ്ടിൻ്റെ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്ന ആളാണ് ഇൻഡക്ടർ. റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടക്ടറിൽ കൂടെയുള്ള കറണ്ടിൻ്റെ ഫ്ലോയെ റെസിസ്റ്റ് ചെയ്യുന്ന ആളാണ് റെസിസ്റ്റർ. കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളാണ് കപ്പാസിറ്റർ. ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു സെമി കണ്ടക്ടർ ഡിവൈസാണ്. For a 100 resistor to withstand 20 volt across its terminal, what should be its power rating? P is equal to എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ P is equal to V square by R ആണ് റിലേഷൻ. V square by R is equal to V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് 20 × 20 ഡിവൈഡ് ബൈ R എന്ന് പറയുന്നത് 1000 ആണ്. 2 0 പോയി കഴിഞ്ഞാൽ 4/10 വിച്ച് മീൻസ് എവിടെയോ തെറ്റിയോ 4/20 × 20 100 ഓം ആണ് റെസിസ്റ്റൻസ്. 20 × 20 ഡിവൈഡ് ബൈ 100 ഓം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 വാട്ട്സ് ആണ് ആൻസർ വരുന്നത് റൈറ്റ്. ദെൻ the smallest region of BJT means bipolar junction transistor. ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിന് 3 റീജിയൻ ആണുള്ളത്. എമിറ്റർ, ബേസ്, കളക്ടർ, ഇങ്ങനെ 3 റീജിയൻ ആണ് ഒരു ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിനുള്ളത്. ഇതിനകത്ത് എമിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ഡോപ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ് എമിറ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് മോഡറേറ്റ് സൈസ് ആണ്. കളക്ടർ എന്ന് പറയുന്നത് മീഡിയം ലെവൽ ഡോപ്പ് ചെയ്തിട്ടുള്ള ആളാണ്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ലാർജ് സൈസാണ്. ബേസ് എന്ന് പറയുന്നത് വളരെ സ്മോൾ സൈസുള്ള, ഇതിന് രണ്ടിനും ഇടയിലുള്ള ആളാണ് ബേസ് എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്മോളസ്റ്റ് റീജിയൻ ആണ്. സ്മോളസ്റ്റ് റീജിയൻ മീൻസ് ബേസ്. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 55² - 45²?
55 മൈനസ് 45 ഇതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യാൻ നിൽക്കണ്ട. പകരം എന്ത് വെച്ച് കഴിഞ്ഞാൽ 55നെ ഞാൻ എ എന്നും 45നെ ബി എന്നും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ബിക്കം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇതാണ് നമ്മളുടെ മാത്തമാറ്റിക്കൽ ഐഡൻറ്റിറ്റി. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആവുന്നതുകൊണ്ട് ദാറ്റ്സ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 പ്ലസ് 45 ഇൻറ്റു 55 minus 45. 55 plus 45 means 100 into 55 minus 45 means 10. 100 into 10 means 1000. Option D. Right. Then, in a DC machines, the efficiency is maximum. ഒരു മെഷീനകത്ത് എഫിഷ്യൻസി മാക്സിമം ആവുന്നത് കോൺസ്റ്റന്റ് ലോസും വേരിയബിൾ ലോസും ഈക്വൽ ആവുന്ന സമയത്താണ് അതിൻ്റെ എഫിഷ്യൻസി മാക്സിമം ആവുന്നത്. ഇഫ് കോൺസ്റ്റന്റ് ലോസ് ഇസ് ഈക്വൽ ടു വേരിയബിൾ ലോസ്, ഇറ്റ്സ് എഫിഷ്യൻസി വിൽ ബി ഹയർ. ഓക്കെ. Then in an LC series resonance circuit, the resonance frequency. Resonance circuit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും ഈക്വൽ ആവുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസൊണൻസ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും ഈക്വൽ ആവുന്ന സിറ്റുവേഷൻ. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി. Then a certain cable has an insulation of relative permittivity 4. If the insulation is replaced by another insulation of relative permittivity 2, the capacitance of the cable become. നമ്മളൊരു കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ എ ബൈ ഡി ആണെന്നറിയാം. അപ്പോൾ ഇതിനകത്ത് എപ്സിലോൺ ആണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ മെറ്റീരിയൽ എപ്സിലോൺ മീൻസ് എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ, രണ്ടിൻ്റെയും കോമൺ എപ്സിലോൺ 0 ആയതുകൊണ്ട് ഞാൻ അതിനെ മെൻഷൻ ചെയ്യുന്നില്ല, പകരം ഡയറക്റ്റ് എപ്സിലോൺ എ ബൈ ഡി എന്ന് എടുത്തു. അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ ഇനീഷ്യലി ആ കപ്പാസിറ്ററിൻ്റെ കേബിളിനകത്തുള്ള ആ കേബിളിനകത്തുള്ള പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് 4 ആണ്. അങ്ങനെയാവുന്ന സമയത്ത് C1 ഇസ് ഈക്വൽ ടു 4A/D എന്നാണ് നമുക്ക് വരുന്ന കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ. ഇനി നമ്മൾ ആ കപ്പാസിറ്റൻസ് വേറൊരു പെർമിറ്റിവിറ്റി ആയിട്ടുള്ള വേറൊരു മെറ്റീരിയൽ ചേഞ്ച് ചെയ്തു, അതിൻ്റെ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ C2 ഇസ് ഈക്വൽ ടു 2A/D എന്ന് വരും. ഇനി കപ്പാസിറ്റൻസ് ഓഫ് ദി കേബിൾ, ഇതിൻ്റെ കപ്പാസിറ്റൻസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്താവുന്നു എന്നാണ് ചോദിച്ചത്. 4A/D നിന്ന് 2A/D എത്തണമെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. ആ സമയത്താണ് നമുക്ക് 2A/D കിട്ടുന്നത്. അതായത് പെർമിറ്റിവിറ്റി 4ൽ നിന്നും 2 ആവുന്ന സമയത്ത് കപ്പാസിറ്റൻസ് എന്താവും, ഹാഫ് ആവും. കാരണം കപ്പാസിറ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പെർമിറ്റിവിറ്റി. കപ്പാസിറ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. കപ്പാസിറ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഓഫ് ദി കപ്പാസിറ്റർ. റൈറ്റ്. സിമ്പിൾ ഫോർ യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസ്. കണ്ടക്ടൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോ ആണ്, അല്ലെങ്കിൽ സീമെൻസ്. മോ അല്ലെങ്കിൽ സീമെൻസ് ആണ് നമ്മൾ കണ്ടക്ടൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഓമിനെ തലതിരിച്ച് എഴുതി കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, മോ കിട്ടുന്നത്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളൂമ്പാണ്. കപ്പാസിറ്റൻസിന് സി റെപ്രസെൻ്റ് ചെയ്യും. ഇതിൽ യൂണിറ്റ് ആയതുകൊണ്ട് സി എന്ന് പറയുന്നത് കുളൂം, ചാർജിൻ്റെ യൂണിറ്റ് ആണ്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയുടെ യൂണിറ്റ് ആണ് കുളൂം എന്ന് പറയുന്നത്. ഓം ആണ് ഇതിൻ്റെ ഈ സിമ്പിൾ എന്ന് പറയുന്നത്, ഓം ആണ്. ഓം എന്ന് പറയുന്നത് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. ഇത് ഫാരഡ്, ഫാരഡ് ആണ്. ഫാരഡ് മീൻസ് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ്. ദെൻ വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ്? ഞാൻ ഇപ്പോൾ പറഞ്ഞതുള്ളൂ, കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫാരഡ് ആണ്. ഓം എന്ന് പറയുന്നത് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. ഹെൻറി എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. ആംപിയർ എന്ന് പറയുന്നത് കറണ്ടിൻ്റെ യൂണിറ്റ് ആണ്. ഓക്കെ. സെക്കൻഡറി വൈൻഡിങ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഈസ് കണക്റ്റഡ് ആസ്. ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വൈൻഡിങ്, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറാണ് നമ്മളോട് പറഞ്ഞത്. നമുക്ക് 2 ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. പവർ ട്രാൻസ്ഫോമർ ഉണ്ട്, അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഉണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നമ്മൾ കൺസ്യൂമേഴ്സിന് നമ്മൾ കണക്ഷൻ കൊടുക്കുന്ന എൻഡ് ഓഫ് ദി ഉള്ള ട്രാൻസ്ഫോമർ, കണക്ഷൻ കൊടുക്കുന്ന എൻഡിലുള്ള ട്രാൻസ്ഫോമറാണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. അപ്പോൾ ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം ആ കൺസ്യൂമറിന് ഫേസും വേണം, ന്യൂട്രലും വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി എൻഡ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാർ കണക്റ്റഡ് ആയിരിക്കും. സെക്കൻഡറി എൻഡ് എന്ന് പറയുന്നത് സ്റ്റാർ കണക്റ്റഡ് ആയിരിക്കും. ഇനി നമ്മുടെ പവർ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നോർമലി ഡെൽറ്റ ട്രാൻസ്ഫോമറാണ് പവർ ട്രാൻസ്ഫോമർ ഉണ്ടാവുക. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഡെൽറ്റ ടു സ്റ്റാർ ട്രാൻസ്ഫോമറാണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. നോർമൽ സിറ്റുവേഷൻ ആണേ. ഇനി നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ മാറിയേക്കാം, ബട്ട് നോർമൽ സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞത്. ഡെൽറ്റ ടു ഡെൽറ്റ പവർ ട്രാൻസ്ഫോമറും ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഡെൽറ്റ ടു സ്റ്റാർ. ദെൻ പ്രോപ്പർട്ടി ഓഫ് എ കണ്ടക്ടർ. കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടി, ഓഫർ നിയർ സീറോ റെസിസ്റ്റൻസ്. കറക്റ്റാണ്. ഒരു കണ്ടക്ടർ എന്ന് പറയുന്നത് 0 റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്ന ആളായിരിക്കണം. കാരണം കണ്ടക്ടർ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. ഓഫർ മീഡിയം റെസിസ്റ്റൻസ് അല്ല, റെസിസ്റ്റൻസ് കുറവായിരിക്കണം. ഓഫർ ഹൈ റെസിസ്റ്റൻസ് അല്ല. ഇത് ഇൻസുലേറ്ററിൻ്റെ പ്രോപ്പർട്ടിയാണ്. കംപ്ലീറ്റ്ലി ബ്ലോക്ക് ദ കറണ്ട്, അതും കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടി അല്ല. കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുക, അല്ലെങ്കിൽ വെരി ലോ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുക. ഓപ്ഷൻ എ. ദെൻ 25. ഫോർമുല ഫോർ റെസിസ്റ്റൻസ് ഈസ്. റെസിസ്റ്റൻസിൻ്റെ ഫോർമുല R is equal to rho L by A. R is equal to rho L by A എന്നുള്ളതാണ് റെസിസ്റ്റൻസിൻ്റെ ഫോർമുല. R is equal to rho L by A. നമുക്ക് റെസിസ്റ്റൻസിൻ്റെ ഫോർമുല എല്ലാവർക്കും അറിയാം, rho L by A. ഓപ്ഷൻ ബി. റൈറ്റ്. ദെൻ നെക്സ്റ്റ് വൺ,
Three resistors 4 ohm, 6 ohm and 12 ohm are connected in parallel. The equivalent resistance is. നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിരുന്നു കപ്പാസിറ്റൻസിൻ്റെ കേസ് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റെസിസ്റ്റൻസിൻ്റെ കേസാണ്. റെസിസ്റ്റൻസിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ കേസിൽ റെസിസ്റ്റൻസ് സീരീസ് ആവുന്ന സമയത്ത് R = R1 + R2 + R3. ഇവിടെ ചോദിച്ചിരിക്കുന്നത് പാരലൽ ആണ്. പാരലൽ ആവുന്ന സമയത്ത് 1/R = 1/R1 + 1/R2 + 1/R3. നമുക്ക് 3 റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് 1/4 + 1/6 + 1/12. ഇനി ഇതിൻ്റെ മൂന്നിൻ്റെയും LCM എടുക്കുക. 4, 6, 12ൻ്റെ LCM എന്ന് പറയുന്നത് 12 ആണ്. 12 4 against 12 വരുമ്പോൾ 3 വരും. 6 against 12 വരുമ്പോൾ 2 വരും. 1 against 12 വരുമ്പോൾ 1 വരും. അപ്പോൾ 3 + 2 + 1 5 + 1 6 6/12 ദാറ്റ് ഈസ് 1/2. ഇത് എന്തിൻ്റെ വാല്യൂ ആണ്? 1/Rൻ്റെ വാല്യൂ ആണ്. നമുക്ക് ആറിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ ഇതിനെ ഇൻവേഴ്സ് ചെയ്താൽ മതി. R = 2 ohm. ഓപ്ഷൻ ബി. The next question, two lights 25 watt 230 volt and 125 watt 230 volt are connected in parallel and continuously glowing at a 0.8 power factor for 8 hours per day for 1 month. Calculate the energy consumed. അപ്പോൾ എനർജി കൺസ്യൂം ചെയ്യുന്നത് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ബൾബാണുള്ളത്, 75 വാട്ട്സും 125 വാട്ട്സും. അപ്പോൾ നമ്മുടെ ടോട്ടൽ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടിൻ്റെയും സമ്മാണ്. ദാറ്റ് മീൻസ് 200 വാട്ട്സ് ആണ് നമുക്ക് ടോട്ടൽ പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 0.8 പവർ ഫാക്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ 0.5 പവർ ഫാക്ടർ തന്ന സമയത്ത് നമുക്ക് എന്ത് പവർ കണ്ടുപിടിക്കണം? അപ്പാരൻറ്റ് പവർ കണ്ടുപിടിക്കണം. അപ്പാരൻറ്റ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പവർ ഡിവൈഡഡ് ബൈ പവർ ഫാക്ടർ. പവർ ഫാക്ടർ മീൻസ് 0.8, ടോട്ടൽ പവർ 200. 200 / 0.8 ഇത് ചെയ്ത് കഴിഞ്ഞാൽ 250 kVA എന്ന് കിട്ടും. 250 VA, kVA അല്ല VA, 250 VA എന്ന് കിട്ടും. ഇനി ഇത് എത്ര ദിവസം വർക്ക് ചെയ്യുന്നു? എനർജി = പവർ ഇൻറ്റു ടൈം ആണ്. എനർജി = പവർ എന്ന് പറയുന്നത് നമുക്ക് 250 കിട്ടി. 250 ഇൻറ്റു എത്ര സമയം വർക്ക് ചെയ്യുന്നു? 8 hours per day for 1 month. 1 month എന്ന് പറയുന്നത് നോർമലി നമ്മൾ 30 ഡേയ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുക. 30 ഡേയ്സിലാണ് 1 month എടുക്കുക. സോ ഈക്വൽ ടു 250 × 8 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 kilowatt hour എന്ന് വരും. 60 kilowatt hour എന്ന് വരും. ഓപ്ഷൻ ഡി. 1 kilocalorie is equal to how many joules? 1 kilocalorie is equal to 4184 joule. 1 kilocalorie is equal to 4184 joule. അതായത് 1 കലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.184 joule ആണ് 1 കലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 1 kilocalorie എന്ന് പറയുന്നത് 4.4184 joule ആണ്. Then phase voltage V phase in a delta connection circuit is equivalent to delta connection and star connection. Delta connection എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഫേസ് വോൾട്ടേജും ലൈൻ വോൾട്ടേജും സെയിം ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡെൽറ്റ കണക്ഷൻ എന്ന് പറയുന്നത്. സ്റ്റാർ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് കറണ്ടും ലൈൻ കറണ്ടും സെയിം ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റാർ കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടത്തെ ഡെൽറ്റ കണക്ഷനിൽ V phase is equal to V line. രണ്ടിൻ്റെയും ഫേസ് വോൾട്ടേജും ലൈൻ വോൾട്ടേജും ഈക്വൽ ആയിരിക്കും. Then current flow direction in generator is defined by. ഒരു ജനറേറ്ററിനകത്തുള്ള കറണ്ട് ഫ്ലോ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നു? റൈറ്റ് ഹാൻഡ് റൂൾ, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് നമ്മളൊരു ജനറേറ്ററിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്. ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് മോട്ടോറിൻ്റെ പ്രിൻസിപ്പിളാണ്. അതേപോലെ ലെൻസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ലെൻസ് ലോ യൂസ് ചെയ്യുന്നത്. കിർച്ചോഫ് ലോ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് സർക്യൂട്ട് ലോ ആണ്, കറണ്ട് ലോയും വോൾട്ടേജ് ലോയും. ഓക്കെ. Which of the following protects a cable against mechanical injury? ഒരു കേബിളിന് നമുക്ക് ഒരുപാട് പാർട്ടുകളുണ്ട്. കണ്ടക്ടർ ഉണ്ട്, ഇൻസുലേറ്റർ ഉണ്ട്, മെറ്റാലിക് ഷീറ്റ് ഉണ്ട്, അതിന് ആർമറിംഗ് ഉണ്ട്, അതേപോലെ സെർവിങ് ഉണ്ട്, ബെഡിങ് ഉണ്ട്. ഇങ്ങനെ ആർമറിംഗ് ഏറ്റവും ലാസ്റ്റ് ആണ്. മെറ്റാലിക് ഷീറ്റ്, സെർവിങ്, ബെഡിങ്, ആർമറിംഗ്, ഇങ്ങനെ പലതരം ലെയറുകളാണ് നമുക്ക് ഒരു കേബിളിനകത്തുള്ളത്. ഈ പലതരം കേബിൾ ലെയറുകളിൽ നമുക്ക് ഓരോ കേബിളിനും ഓരോ പർപ്പസ് ഉണ്ട്. കോർ എന്ന് പറയുന്നത് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻസുലേറ്റർ എന്ന് പറയുന്നത് ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെറ്റാലിക് ഷീത്ത് എന്ന് പറയുന്നത് അതിനെ മെക്കാനിക്കൽ ഇഞ്ചുറിയിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഷീത്താണ് മെക്കാനിക്കൽ ഇഞ്ചുറിയിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഈ മെറ്റാലിക് ഷീത്തിനെ കൊറോഷനിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അടുത്ത ലെയറിങ്, ദാറ്റ് ഈസ് ബെഡിങ്. റെഡി. ഇതിൻ്റെ പുറത്ത് വരുന്നതാണ് സെർവിങ്. ഔട്ടർമോസ്റ്റ് ലെയർ ആണ് നമുക്ക് എന്ത് പറയുന്നത്? ആർമറിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന മെക്കാനിക്കൽ ഇഞ്ചുറിക്ക് യൂസ് ചെയ്യുന്ന പാർട്ട് ഏതാണ്? മെക്കാനിക്കൽ ഇഞ്ചുറിയിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാർട്ട് ഏതാണെന്നുള്ളതാണ്, ദാറ്റ് ഈസ് ഷീത്ത്. ദ ഫോളോയിങ് സിസ്റ്റം ഈസ് നോട്ട് ജനറലി യൂസ്ഡ്. നമുക്ക് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനകത്ത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനകത്ത് പല സിസ്റ്റംസ് ഉണ്ട്. സിംഗിൾ ഫേസ്, 2 ഫേസ്, 3 ഫേസ്, അങ്ങനെ പല സിസ്റ്റംസ് ഉണ്ട്. ഇനി സപ്പോസ് നമ്മൾ സിംഗിൾ ഫേസിലാണെങ്കിൽ നമുക്ക് രണ്ട് സിസ്റ്റം ആണുള്ളത്. സിംഗിൾ ഫേസിൽ ഒന്നെങ്കിൽ 2 വയർ അല്ലെങ്കിൽ 3 വയർ. 2 ഫേസിലാണെങ്കിൽ ഒന്നെങ്കിൽ 3 വയർ അല്ലെങ്കിൽ 4 വയർ. 3 ഫേസിലാണെങ്കിൽ അതേപോലെ തന്നെ 3 വയർ, 4 വയർ. ഇങ്ങനെ 6 സിസ്റ്റമാണ് നമുക്ക് ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനകത്തുള്ളത്. സിംഗിൾ ഫേസ് ആണെങ്കിൽ 2 വയർ ഓർ 3 വയർ. 2 ഫേസ് ആണെങ്കിൽ 3 വയർ ഓർ 4 വയർ.
3 ഫേസ് ആണെങ്കിൽ 3 വയർ ഓർ 4 വയർ. അപ്പോൾ ഇതിനകത്ത് നോർമലി യൂസ് ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ സിംഗിൾ ഫേസിൽ 3 വയർ ഉണ്ട്, 3 ഫേസിൽ 3 വയർ ഉണ്ട്, 3 ഫേസിൽ 4 വയർ ഉണ്ട്. പക്ഷേ സിംഗിൾ ഫേസിനകത്ത് 4 വയർ ഇല്ല. സിംഗിൾ ഫേസിനകത്ത് 2 വയർ അല്ലെങ്കിൽ 3 വയർ ഉള്ളൂ. ട്രാൻസ്മിഷൻ ലൈൻ ഇൻസുലേറ്റേഴ്സ് ആർ മേഡ് അപ്പ് ഓഫ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞതാണിത്. ട്രാൻസ്മിഷൻ ഇൻസുലേറ്റേഴ്സ് ആർ മേഡ് അപ്പ് ഓഫ് പോർസലൈൻ. പോർസലൈൻ വെച്ചിട്ടാണ് ട്രാൻസ്മിഷൻ ലൈൻ ഇൻസുലേറ്റേഴ്സ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കിയത്. Then in 4-pole DC machine, all the 4 poles are north pole. അല്ല, alternate poles are north and south pole. അതെ, alternate poles നോർത്തും സൗത്ത് പോളും ആണ് ഒരു മെഷീനകത്ത് നോർമലി ഉണ്ടാവും. In a DC generator, current to the external circuit from armature is given through. Current to the external circuit in a DC generator, current to the external circuit of armature given through commutator. ത്രൂ കമ്മ്യൂട്ടേറ്റർ ആണ് ഡി സി ജനറേറ്ററിന് പുറത്തേക്ക് ആർമേച്ചറിന് പുറത്തേക്ക് വരിക. കാരണം ആർമേച്ചറിൽ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡി സി ജനറേറ്ററിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നത് ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. ആ ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ട് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് വേണം നമുക്ക് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി. അപ്പോൾ ആർമേച്ചർ കഴിഞ്ഞ് വരുന്ന പാർട്ടാണ് കമ്മ്യൂട്ടേറ്റർ. അപ്പോൾ കമ്മ്യൂട്ടേറ്ററിൽ നിന്ന് പുറത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്റ്റേണൽ സർക്യൂട്ട് കണക്ട് ചെയ്യുന്നത്. ദെൻ ദ മെറ്റീരിയൽ ഫോർ കമ്മ്യൂട്ടേറ്റർ ബ്രഷസ്. കമ്മ്യൂട്ടേറ്ററിൻ്റെ ബ്രഷസ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ കമ്മ്യൂട്ടേറ്റർ ബ്രഷസ് ആണേ. കമ്മ്യൂട്ടേറ്റർ ബ്രഷസ് കാർബൺ ആണ്. ഇനി മൈക്ക എന്ന് പറയുന്ന സാധനവും കമ്മ്യൂട്ടേറ്ററുമായി ബന്ധപ്പെട്ടതാണ്. കമ്മ്യൂട്ടേറ്ററുമായി ബന്ധപ്പെട്ട മൈക്കയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആണ് മൈക്ക അല്ലെങ്കിൽ പേപ്പർ. ഒന്നുകിൽ മൈക്ക അല്ലെങ്കിൽ ഇംപ്രഗ്നേറ്റഡ് പേപ്പറാണ് നോർമലി കമ്മ്യൂട്ടേറ്ററിനകത്ത് യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റർ. Then 1 horsepower is equal to 746 watts. ഇനി നമുക്ക് തന്നിരിക്കുന്നത് 1 മെട്രിക് ഹോഴ്സ് പവർ ആണെന്ന് വിചാരിക്കുക. 1 മെട്രിക് HP is equal to 735 watts. നോർമൽ ഹോഴ്സ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 746 വാട്ട്സ് ആണ്. പക്ഷേ മെട്രിക് ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 735 വാട്ട്സ് ആണ്. Then in DC series motor, if armature current is reduced by 50%, the torque of the motor will become. Armature current നമ്മൾ 50% ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ടോർക്ക് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഡി സി മെഷീൻസിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് ആർമേച്ചർ കറണ്ടിൻ്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ആർമേച്ചർ കറണ്ട് 50% നമ്മൾ എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ T2/T1 is equal to I2/I1 ഹോൾ ദി സ്ക്വയർ. ഇതാണ് റിലേഷൻ വരുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് T2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 50% കുറച്ചു. ദാറ്റ് മീൻസ് 0.5 I1 ഡിവൈഡ് ബൈ I1. ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.5 സ്ക്വയർ ഉണ്ടായ 0.5 സ്ക്വയർ. അപ്പോൾ T2 is equal to അതിൻ്റെ റിലേഷൻ എന്ന് പറഞ്ഞാൽ 0.5 സ്ക്വയർ ആണ് നമുക്ക് വരുന്നത്. 0.5 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.25 ആണ്. 0.25 മീൻസ് 25%. ഓപ്ഷൻ ഡി. The ripple frequency of a 3-phase 415 volt 60 Hz full wave rectifier is. Ripple frequency എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ripple frequency is equal to number of ripples or number of pulses. Ripples means or number of pulses into input frequency. Number of pulses into input frequency ആണ് നമ്മൾ ripple frequency കണ്ടുപിടിക്കാനുള്ള റിലേഷൻ. അപ്പോൾ നമ്പർ ഓഫ് പൾസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാഫ് വേ റെക്ടിഫയർ ആണെങ്കിൽ നമ്പർ ഓഫ് പൾസസ് 1 ആയിരിക്കും. ഫുൾ വേ റെക്ടിഫയർ ആണെങ്കിൽ നമ്പർ ഓഫ് പൾസസ് 2 ആയിരിക്കും. ഇനി എത്ര ഫേസ് ഉണ്ടോ അത്രയും ഫേസിനെ മൾട്ടിപ്ലൈ ചെയ്യണം നമ്മൾ ഫുൾ വേ റെക്ടിഫയറിനകത്ത്. അപ്പോൾ ഇതിനകത്ത് 3 ഫേസ് എന്നാണ് പറഞ്ഞതെങ്കിൽ 3 × 2 അതായത് മൊത്തം 6 പൾസ് ഉണ്ട് ആ റെക്ടിഫൈഡ് ഔട്ട്പുട്ടിനകത്ത്. അപ്പോൾ നമ്മുടെ റിപ്പിൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 60 × 60 ഹെഡ്സ്. 60 × 60 360 ഹെഡ്സ്. ഓപ്ഷൻ ബി. Then question number 40. A fully charged lead acid battery has specific gravity. A fully charged lead acid cell have specific gravity. Lead acid cellന് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ചാർജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഫുള്ളി ഡിസ്ചാർജ് കണ്ടീഷൻ 0% കണ്ടീഷനിലാണെങ്കിൽ 1.13 ആണ് അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. സപ്പോസ് ഇനി 25% ആണെങ്കിൽ അത് 1.19 ആണ്. 50% ആണെങ്കിൽ അത് 1.22 ആണ്. 100% ആണെങ്കിൽ അത് 1.26 or 25 ആണ്. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഫുള്ളി ചാർജ് കണ്ടീഷനകത്ത് എത്രയാണെന്നുള്ളതാണ്. 1.25 ആണ്. ഈ പറഞ്ഞ നമ്പറിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഉണ്ടാകും. ഏകദേശം റേഞ്ച് ആണ്. 1.28 ഒക്കെ ചില ഓപ്ഷനിലുണ്ടെങ്കിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞപ്പോൾ 1.26 ആയിരുന്നു അവിടെ ഓപ്ഷനിൽ ആൻസർ വന്നത്. അതുകൊണ്ട് 1.28 എന്ന വാല്യൂയാണ് ഞാൻ പറഞ്ഞത്. ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അത് ഈ പറയുന്ന റേഞ്ചിലാണ് എന്ന് ഓർത്തിരിക്കുക. What is the slip in a single pole 50 Hz induction motor rotating at 950 RPM? ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് പേപ്പർ എനിക്ക് തോന്നുന്നു ഫുള്ള് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. 2015, 16, 17 അങ്ങോട്ട് അടുത്തടുത്ത് വരുമ്പോഴേക്കും എന്താവും അറിയില്ല. അപ്പോൾ NS എന്ന് പറയുന്നത് സ്ലിപ്പ് എന്ന് പറയുന്നത് NS - N /
എൻ എസ്. അപ്പോൾ നമുക്ക് സിങ്ക്രണസ് സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കണം. സിങ്ക്രണസ് സ്പീഡ് എന്ന് പറയുന്നത് 120 f/p. n is equal to ns is equal to 120 f/p is equal to 120 into 50 divided by p means 6 poles. 120 into 50 divided by 6 poles. 6 poles ചെയ്യുന്ന സമയത്ത് you will get it as, അല്ല നമുക്ക് ഇതിനകത്ത് സിങ്ക്രണസ് സ്പീഡ് തന്നിട്ടില്ല. ഓക്കെ റൈറ്റ്. ദെൻ ചെയ്യുന്ന സമയത്ത് you will get it as 1000 rpm. കറക്റ്റ് അല്ലേ? 120 into 50 റൈറ്റ് 1000 rpm. 1000 rpm ആണ് നമുക്ക് സിങ്ക്രണസ് സ്പീഡ് കിട്ടുക. സിങ്ക്രണസ് സ്പീഡ് കിട്ടിക്കഴിഞ്ഞാൽ സ്ലിപ്പ് ഇസ് ഈക്വൽ ടു 1000 മൈനസ് 950 ഡിവൈഡഡ് ബൈ 1000 വിച്ച് മീൻസ് 50 ഡിവൈഡഡ് ബൈ 1000. 50 ഡിവൈഡ് ബൈ 1000 എന്ന് പറയുന്നത് ഇറ്റ്സ് ഈക്വൽ ടു 5%. 0.05 ആണ്. 0.05 ദാറ്റ്സ് ഈക്വൽ ടു 5%. ഓപ്ഷൻ സി. Find the number of poles of 60 Hz alternator which is rotating at 900 rpm. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇക്വേഷൻ്റെ ഓപ്പോസിറ്റ്. n is equal to 120 f/p ആണ്. ഇതിനകത്ത് നമ്പർ ഓഫ് പോൾസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. p is equal to 120 f/n. ദാറ്റ്സ് ഈക്വൽ ടു 120 into 60 divided by 900. കട്ട് ചെയ്യുക. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് 3 4 കട്ട് ചെയ്യുന്ന സമയത്ത് 2. ദാറ്റ് മീൻസ് 8 പോൾസ് ആണ് ഓപ്ഷൻ എ. How many slip rings are there in a three-phase star-connected alternator having rotating armature? 3 സ്ലിപ്പ് റിംഗ് ആണ് ഒരു 3-phase സ്റ്റാർ കണക്റ്റഡ് ആൾട്ടർനേറ്ററിനകത്ത് ഉണ്ടാവുക. ഡെൽറ്റ കണക്റ്റഡ് ആണെങ്കിലും അതിനകത്ത് 3 സ്ലിപ്പ് റിംഗ്സ് ആണ് ഉണ്ടാവുക. Then EMF generated in the form of AC. EMF generated in the form of AC. DC generators only, AC generators only, both in DC and AC. രണ്ട് AC ജനറേറ്റർ ആയാലും ശരി DC ജനറേറ്റർ ആയാലും ശരി ജനറേറ്റ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത് എന്താണ്? AC തന്നെയാണ്. രണ്ട് ആണെങ്കിലും ജനറേറ്റ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത് എന്താണ്? AC തന്നെയാണ്. Then 45. What is the resistance of 250 volt to 50 watts bulb? What is the resistance of 250 volt to 50 watts bulb? R is equal to V square by P. R is equal to V square by P or P is equal to V square by R എന്നാണ് ഈ റിലേഷൻ എടുത്തത്. That's equal to 250 into 250 divided by 50. 250 into 250 divided by 50 ചെയ്ത് കഴിഞ്ഞാൽ ഇതും ക്യാൻസലായി. ഇത് 5. 250 into 5 which means 1250 ohms. 1250 ohm. Option A. If the power factor is 0, what can be said about the circuit? Power factor 0 ആണെങ്കിൽ the circuit is purely reactive. Power factor unity ആണെങ്കിൽ the circuit is purely resistive. Power factor lagging ആണെങ്കിൽ circuit is inductive. Power factor leading ആണെങ്കിൽ circuit is capacitive. Right? Then as the frequency decreases, the inductance reactance of the circuit. Frequency decreases. Inductive reactance is equal to XL is equal to 2 pi FL. Frequency decreases means inductance reactance also decreases. Option C. In suppose capacitance ന്റെ കേസിലാണെന്ന് വിചാരിക്കുക. കപ്പാസിറ്റൻസിന്റെ കേസിൽ X is equal to 1 by 2 pi FC എന്നാണ്. അപ്പോൾ കപ്പാസിറ്റൻസിന്റെ കേസിൽ ഫ്രീക്വൻസി കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ത് ചെയ്യും? കൂടും. ഇൻവേഴ്സ്ലി റിലേഷൻ ആണ്. കപ്പാസിറ്റൻസ് കേസിൽ ഇൻവേഴ്സ് റിലേഷനും ഇൻഡക്ടറിന്റെ കേസിൽ ഡയറക്റ്റ് റിലേഷനുമാണ് വരുന്നത്. The area of a triangle with length of the base 10 cm is 20 cm square. What is the height of the triangle? ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ബി എച്ച് സ്ക്വയർ അല്ല, ഹാഫ് ബി എച്ച് ആണ്. ഹാഫ് ബി എച്ച് ആണ് ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ബി എച്ച് ആണ്. ഇനി നമുക്ക് ബേസ് തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടുണ്ട്, ഹൈറ്റ് കണ്ടുപിടിക്കണം. ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2a/b. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ്. 2 into 20 divided by base 10 that's equal to 2 that's equal to 4 cm. Option C. The perimeter of a certain circle is 25. What's the area? Perimeter എന്ന് പറയുന്നത് ചുറ്റളവ് 2πr is equal to 25 cm തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏരിയ എത്രയാണെന്നാണ്, πr സ്ക്വയർ എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതിനകത്ത് r നമുക്ക് എങ്ങനെ എഴുതാം? 25 divided by 2π എന്ന് എഴുതാം. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. π into 25 divided by 2π the whole square. അപ്പോൾ ഒരു പൈയും ഇവിടുന്ന് ക്യാൻസലായി. റൈറ്റ്. ബാക്കി വരുന്നത് 25 സ്ക്വയർ ഡിവൈഡ് ബൈ 4π ആണ്. 25 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 625 ഡിവൈഡ് ബൈ 4π. അങ്ങനെ തന്നെയാണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. ഇങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം മാത്രമേ പൈയുടെ വാല്യൂ ആയ 3.14 കൊടുത്തിട്ട് ഫൈനൽ ആൻസറിലേക്ക് വരും. അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ള സമയം കൂടും. നമുക്ക് സോൾവ് ചെയ്യാനുള്ള കുറച്ച് ടൈം അധികം കൺസ്യൂം ചെയ്യും. ദെൻ
When two parallel conductors carry current in the same direction, what is the force of attraction? It means what is the force between them? It's attractive force. രണ്ടും സെയിം ഡയറക്ഷനിലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അത് അട്രാക്റ്റീവ് സിറ്റുവേഷനും, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആണെങ്കിൽ അത് റിപ്പൾസീവ് സിറ്റുവേഷനും ആയിരിക്കും. ഓക്കെ, then the current flowing through the motor winding is doubled. What is the heat produced become? H is equal to I square RT. Joule's law പ്രകാരം H is equal to I square RT. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് നമ്മൾ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ ആണ് നമുക്ക് എന്തിൽ വരുന്നത്, ഹീറ്റിൽ വരുന്ന റേഡിയേഷൻ, അതായത് 4 മടങ്ങ് കൂടും. കറണ്ട് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് 4 മടങ്ങ് കൂടും. If the voltage across the resistor is 10 millivolt and the current through is 100 ampere, what is the value of resistance? Simple questions ആണ് ഇതെല്ലാം. R is equal to V by I. Direct substitution problems ആണ് എല്ലാം. R is equal to V by I. V എന്ന് പറയുന്നത് 10 millivolt ആണ്, 10 raised to minus 3. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, മാത്രം യൂണിറ്റ് SI സിസ്റ്റത്തിലേക്ക് മാറ്റണം. കറണ്ട് എന്ന് പറയുന്നത് 100 മൈക്രോ ആംപിയർ ആണ്. സോ 100 into 10 raised to minus 6. ഇത് ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 100 ohm. ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. 10 into 10 raised to minus 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 raised to minus 2. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 raised to minus 4. ഇത് മേലെ പോകുന്ന സമയത്ത് 10 raised to plus 4ഉം 10 raised to 2, അതായത് 10 raised to 2. 10 raised to 2 means 100 ohm. For a capacitance of 10 nanofarad, what is the capacitive reactance at the frequency of 1 megahertz? For a capacitance of 10 nanofarad, what is the capacitive reactance at the frequency? Xc is equal to 1 by 2 pi fc. Right, is equal to 1 by 2 pi into frequency 1 megahertz 10 raised to 6 into capacitance 1 nanofarad 10 raised to 10 nanofarad 10 into 10 raised to minus 9. Solve ചെയ്ത് കഴിഞ്ഞാൽ you will get it as 50 by pi. അതായത് 10 raised to minus 9 10 raised to 6 എന്ന് പറയുന്നത് 10 raised to minus 3. 10 raised to minus 3ഉം 10ഉം പറഞ്ഞാൽ 10 raised to minus 2. അത് മേലെ പോകുന്ന സമയത്ത് 10 raised to 2. 100 divided by 2 pi, that's equal to 50 by pi. Option C. Earthing is mainly necessary to give the protection against overload അല്ല, ഷോർട്ട് സർക്യൂട്ട് അല്ല, ടെമ്പറേച്ചർ അല്ല, ഇലക്ട്രിക് ഷോക്ക്. എർത്തിങ് ചെയ്യുന്നത് നമ്മൾ ഇലക്ട്രിക് ഷോക്കിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ അഡ്വാൻറ്റേജ് ഓഫ് DC സിസ്റ്റം ഓവർ AC സിസ്റ്റം. DC സിസ്റ്റത്തിന് AC സിസ്റ്റത്തിൽ ഓവർ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ എഫക്റ്റ് ഇല്ല, സ്കിൻ എഫക്റ്റ് ഇല്ല എന്നുള്ളതൊക്കെ പറയുന്നതാണ് അഡ്വാൻറ്റേജ്. അതിന് റിയാക്ടൻസ് AC-ക്ക് അഡ്വാൻറ്റേജ് ഓഫ് DC സിസ്റ്റം ഓവർ AC സിസ്റ്റം. DC സിസ്റ്റത്തിന് റിയാക്ടൻസ് ഇല്ല, സ്കിൻ എഫക്റ്റ് ഇല്ല, എഡി കറന്റ് ലോസ് ഇല്ല, ഓൾ ഓഫ് ദി എബോവ് അല്ല. ദ ടോപ്പ് മോസ്റ്റ് വയർ ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ഈസ്. ഡിസ്ട്രിബ്യൂഷൻ ലൈനിലെ ഏറ്റവും ടോപ്പ് വയറിനെ പറയുന്ന പേരാണ് ഗാർഡ് വയർ അല്ലെങ്കിൽ എർത്ത് വയർ. ഗാർഡ് വയർ അല്ലെങ്കിൽ എർത്ത് വയർ ആണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനകത്തുള്ള ഏറ്റവും ടോപ്പിലുള്ള. അതായത് നമ്മൾ പോസ്റ്റിൻ്റെ മുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 1, 2, 3 ഏറ്റവും ടോപ്പ് കൂടെ ഒരു ലൈൻ പോകുന്നുണ്ടാവും. അത് ഗാർഡ് വയർ ആണ് അല്ലെങ്കിൽ എർത്ത് വയർ ആണ്. ഓപ്ഷൻ ബി. Electric energy is transported to long distance with a high voltage line in order to. ഹൈ വോൾട്ടേജിലാണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നമ്മൾ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ 11 kV ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജിനെ നമ്മൾ 110 അല്ലെങ്കിൽ 220 അല്ലെങ്കിൽ 400 അല്ലെങ്കിൽ 600 അപ് ടു 700 750 730 വോൾട്ട് അല്ലെങ്കിൽ 740 വോൾട്ട് വരെ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹയർ വോൾട്ടേജിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസ്മിഷൻ ലോസ് എന്തായിരിക്കും, കുറവായിരിക്കും. ഹയർ വോൾട്ടേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്മിഷൻ ലോസ് കുറവായിരിക്കും. ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് സിമ്പിൾ. ഈ സിമ്പിൾ ഏതാണെന്നുള്ളതാണ്. ഈ സിമ്പിൾ എന്ന് പറയുന്നത് നാൻഡ് ഗേറ്റിൻ്റെ സിമ്പിളാണ്. എക്സോർ ഗേറ്റിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഇതാണ് എക്സോർ ഗേറ്റിൻ്റെ സിമ്പിൾ. നോർ ഗേറ്റിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഇതാണ് നോർ ഗേറ്റിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഇതാണ് നോർ ഗേറ്റിൻ്റെ സിമ്പിൾ. ഓർ ഗേറ്റിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഇതിനകത്ത് ഇതില്ലാത്തത് ഓർ ഗേറ്റിൻ്റെ സിമ്പിൾ. ഓക്കെ, ഇത് നാൻഡ് ഗേറ്റിൻ്റെ സിമ്പിളാണ്. Which of the following fire extinguisher should not be used for extinguishing electrical fire? Electrical fire extinguish ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോം ടൈപ്പോ അല്ലെങ്കിൽ വാട്ടർ ടൈപ്പോ ആയിട്ടുള്ള എക്സ്റ്റിങ്വിഷേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല. ഹാലോൺ, കാർബൺ ഡൈ ഓക്സൈഡ്, ഡ്രൈ കെമിക്കൽ പൗഡർ ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഫോം ടൈപ്പ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പാടില്ല. ഓയിൽ ഫയർ ക്യാൻ ബി ക്ലാസിഫൈഡ്. നമുക്ക് ഫയർ നമുക്ക് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എ എന്ന് പറയുന്നത് സോളിഡ് ബേസ്ഡ് ഫയർ ആണ്, ബി എന്ന് പറയുന്നത് ഓയിൽ ബേസ്ഡ് ഫയർ ആണ്, ലിക്വിഡ് ബേസ്ഡ് ഫയർ, സി എന്ന് പറഞ്ഞാൽ ഗ്യാസ് ബേസ്ഡ് ഫയർ ആണ്, ഡി ആണ് നമ്മൾ ഇലക്ട്രിക്കൽ ഫയർ അല്ലെങ്കിൽ മെറ്റൽ ഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഓയിൽ ബേസ്ഡ് ഫയർ എന്ന് പറയുന്നത് ക്ലാസ് ബി ആണ്. വാട്ട് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ് ടു മെഷർ ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി. ലെഡ് ആസിഡ് ബാറ്ററിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഇൻസ്ട്രുമെന്റ് ആണ് ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ അല്ല, ഹൈഡ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഹൈഗ്രോമീറ്റർ. ഓക്കെ,
ലാക്ടോമീറ്റർ എന്ന് പറഞ്ഞാൽ മിൽക്കിൻ്റെ ഡെൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ലാക്ടോമീറ്റർ. ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് തെർമോമീറ്റർ. കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അമ്മീറ്റർ. റൈറ്റ്. ഇലുമിനേഷൻ ഓഫ് 1 lumen per meter square is 1 lumen per meter square. 1 lumen per meter square ഇലുമിനേഷൻ എന്ന് പറയുന്നത് ഇത് എന്താണ്? ലെക്സ് ആണ്. വെബർ എന്ന് പറയുന്നത് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ആണ്. ഓക്കെ. മെറ്റീരിയൽ യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ട്രാൻസ്ഫോമർ കോർ. ട്രാൻസ്ഫോമർ കോർ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് സിലിക്കൺ സ്റ്റീൽ വെച്ചിട്ടാണ്. സിലിക്കൺ സ്റ്റീൽ യൂസ് ചെയ്യാൻ കാരണം ഹിസ്റ്ററിസിസ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഹിസ്റ്ററിസിസ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിലിക്കൺ സ്റ്റീൽ യൂസ് ചെയ്യുന്നത്. അതും വെറും സിലിക്കൺ സ്റ്റീൽ അല്ല, ലാമിനേറ്റഡ് സിലിക്കൺ സ്റ്റീലാണ്. ലാമിനേറ്റഡ് സിലിക്കൺ സ്റ്റീൽ യൂസ് ചെയ്യുന്നത് ലാമിനേറ്റ് ചെയ്യുന്നത് എഡ്ഡി കറന്റ് ലോസ് യൂസ് ചെയ്യാൻ വേണ്ടി. ഹിസ്റ്ററിസിസ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സിലിക്കൺ സ്റ്റീലും എഡ്ഡി കറന്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലാമിനേറ്റ് ചെയ്യുകയും ചെയ്യും. റെസിസ്റ്റൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ് ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് ഐഡിയലി. റെസിസ്റ്റൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഫോമർ ഈസ് ഐഡിയലി ഇൻഫിനിറ്റ്. പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ എന്തില്ല? ഫിസിക്കൽ കണക്ഷൻ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിരിക്കും. ട്രാൻസ്ഫോമർ വൈൻഡിങ് കോർസ് ആർ ലാമിനേറ്റഡ് ടു. നമ്മളിപ്പോൾ പറഞ്ഞതുള്ളൂ, ട്രാൻസ്ഫോമർ കോർസ് നമ്മൾ ലാമിനേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എഡ്ഡി കറണ്ട് ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹിസ്റ്ററിസിസ് ലോസ് റെഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ അതിനകത്തുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഹിസ്റ്ററിസിസ് ലോസ് റെഡ്യൂസ് ചെയ്യുക. എഡ്ഡി കറണ്ട് ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലാമിനേറ്റ് ചെയ്യുന്നത്. 66. പാരാമീറ്റർ വിച്ച് ഇസ് കോൺസ്റ്റന്റ് ഇൻ ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഓഫ് എ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് പ്രൈമറിയും സെക്കൻഡറിയും ഈക്വൽ ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. ഒന്ന്, രണ്ടിൻ്റെയും ഫ്രീക്വൻസി സെയിം ആയിരിക്കും, രണ്ടിൻ്റെയും പവർ സെയിം ആയിരിക്കും, രണ്ടിടത്തിൻ്റെയും ഫ്ലക്സ് സെയിം ആയിരിക്കും. കോൺസ്റ്റന്റ് ഫ്രീക്വൻസി, കോൺസ്റ്റന്റ് പവർ, കോൺസ്റ്റന്റ് ഫ്ലക്സ് ഡിവൈസ് ആണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഓക്കെ. അതിനകത്ത് വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക, സ്റ്റെപ്പ് അപ്പ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷനാണ് ട്രാൻസ്ഫോമർ എടുക്കുന്നത്. ബാക്കിയുള്ള ആളുകൾ ഫ്രീക്വൻസിയും പവറും ഫ്ലക്സും ഒക്കെ അവിടെ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. നോ ലോഡ് ടെസ്റ്റ് ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് ക്യാരിഡ് ഔട്ട് ടു ഡിറ്റർമിൻ. നമ്മൾ ട്രാൻസ്ഫോമറിനകത്ത് 2 ടെസ്റ്റ് ചെയ്യും. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് അല്ലെങ്കിൽ നോ ലോഡ് ടെസ്റ്റ്, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് അല്ലെങ്കിൽ ലോഡ് ടെസ്റ്റ്. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കോർ ലോസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, അയൺ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. കോർ ലോസ്, അയൺ ലോസ്, കോൺസ്റ്റന്റ് ലോസ് എന്നൊക്കെ പറയും. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് കോപ്പർ ലോസ് അല്ലെങ്കിൽ വേരിയബിൾ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നോ ലോഡ് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ അയൺ ലോസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഇൻ ആൻ ഇൻഡക്ടർ, വാട്ട് ഈസ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്? ഇൻഡക്ടറിനകത്തുള്ള വോൾട്ടേജ് കറണ്ടിൻ്റെയും ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ലാഗിങ്. ഇൻ കപ്പാസിറ്റൻസ് ആണെങ്കിൽ അത് 90 ഡിഗ്രി ലീഡിങ്. ഓക്കെ. 3 ഫേസ് കണക്ഷൻ ആണെങ്കിൽ 3 ഫേസും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 120 ഡിഗ്രി സെൽഷ്യസ്. സോറി, 120 ഡിഗ്രി സെൽഷ്യസ് ഇല്ല. ഇഫ് ദ പീക്ക് ടു പീക്ക് വോൾട്ടേജ് ഓഫ് എ സൈൻ വേവ് ഈസ് 10 വോൾട്ട്, വാട്ട് ഇസ് RMS വോൾട്ടേജ്? പീക്ക് ടു പീക്ക് വോൾട്ടേജ്, പീക്ക് ടു പീക്ക് വോൾട്ടേജ് ആണ് 10 വോൾട്ട്. അങ്ങനെയാകുമ്പോൾ പീക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത് 5 വോൾട്ട് ആണ്. RMS വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/√2, മാക്സിമം വാല്യൂ √2, 5/√2 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി. ദെൻ if HFE of a transistor is 100 and base current is 1 milliampere, what is the value of collector current? HFE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ ഗെയിൻ ആണ്. കളക്ടർ കറണ്ട് ഇസ് ഈക്വൽ ടു ട്രാൻസ്ഫോമർ ഗെയിൻ ഇൻറ്റു ബേസ് കറണ്ട്. ഇതാണ് റിലേഷൻ. IC ഇസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു IB അല്ലെങ്കിൽ HFE ഇൻറ്റു IB. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന കളക്ടർ കറണ്ട് ഇസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു IB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു ബീറ്റ 100 ഇൻറ്റു IB 10⁻³ മില്ലി ആംപിയർ ആണ്. 10⁻³ ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 10⁻⁻1. ഓപ്ഷൻ 0.1 A. ഓപ്ഷൻ A. In an electric circuit, algebraic sum of current meeting at a junction point is 0 as per Kirchhoff current law. ഒരു പർട്ടിക്കുലർ ജംഗ്ഷനകത്തേക്ക് എൻ്റർ ചെയ്യുന്നതും ലീവ് ചെയ്യുന്നതും കറണ്ടിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. അതുകൊണ്ട് ടോട്ടൽ current at a junction is equal to 0. In a shunt wound motor, speed of the motor decreases with. Shunt wound മോട്ടറിനകത്ത് സ്പീഡ് ഓഫ് മോട്ടർ ഡിക്രീസസ് വിത്ത് ലോഡിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. ഷണ്ട് വൺ മോട്ടറിൽ സ്പീഡ് ലോഡിനനുസരിച്ച് in a shunt wound motor, speed of the motor decreases with. Speed of motor decreases with increasing. ഇതാണ് decreases with ആണ് ചോദിച്ചത്. decreases with increasing load. അതായത് സ്പീഡ് അഗെയിൻസ്റ്റ് ലോഡ് ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഗ്രാഫ് വരിക. ലോഡ് കൂടുന്നതിനനുസരിച്ച് സ്പീഡ് എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടിരിക്കും. ടൈപ്പ് ഓഫ് മോട്ടോർ യൂസ്ഡ് ഇൻ കിച്ചൺ അപ്ലയൻസസ്, യൂണിവേഴ്സൽ മോട്ടോർ. അതായത് നമ്മുടെ മിക്സർ ഗ്രൈൻഡർ, വാഷിംഗ് മെഷീന്,
ഗ്രൈൻഡർ പോലെയുള്ള സാധനങ്ങളെല്ലാം കിച്ചൺ അപ്ലയൻസസിലെല്ലാം നോർമലി യൂസ് ചെയ്യുന്നത് യൂണിവേഴ്സൽ മോട്ടറാണ്. വാട്ട് ഈസ് BEE? ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒരുപാട് എക്സ്പാൻഷൻ ചോദിച്ചിട്ടുണ്ട്. BEE, ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി എന്നുള്ളതാണ് BEE എന്ന് പറയുന്നത്. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസിയാണ്. നിങ്ങളൊരു പക്ഷേ പല എക്യുപ്മെൻറ്റ്സിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്റ്റാർ റേറ്റിംഗ്. എക്യുപ്മെൻറ്റ്സിൽ സ്റ്റാർ റേറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് BEE ആണ്. സ്റ്റാർട്ടിംഗ് കറണ്ട് ഇൻ എ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ റെഡ്യൂസ്ഡ് ബൈ 1/3 ടൈംസ്. 1/3 ടൈംസ്. ഇതിനകത്ത് ഓപ്ഷൻ ഇല്ല. സ്റ്റാർട്ടിംഗ് കറണ്ട് ഓഫ് എ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ റെഡ്യൂസ്ഡ് ബൈ 1/3 ടൈംസ് ആണ് കേട്ടോ. ദെൻ ട്രാൻസ്ഫോമർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ട്രാൻസ്ഫോമർ വർക്കിംഗ് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. റിലേഷൻ ബിറ്റ്വീൻ വോൾട്ടേജ് കറണ്ട് ആൻഡ് നമ്പർ ഓഫ് വൈൻഡിങ് ഓഫ് എ ടേൺസ് ഇൻ എ ട്രാൻസ്ഫോമർ. V1 I1 is equal to V2 I2. നമ്മളിതിനകത്ത് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1/V2 is equal to N1/N2 is equal to I2/I1. റൈറ്റ്. V1 I1 equal to V2 I2. ആ റിലേഷൻ എടുത്താലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ is equal to K. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഓപ്ഷൻ തന്നിരിക്കുന്നതിൽ D. In fully charged state, the positive and negative plate of a lead acid battery. Fully charged സ്റ്റേറ്റിനകത്ത് നെഗറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് ലെഡും പോസിറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് ലെഡ് ഓക്സൈഡും ആണ്. PbO2. ഓപ്ഷൻ A. What is the equation for KVA capacity of a three-phase transformer? KVA capacity of a three-phase transformer. √3VI. What is the equation of KVA capacity? √3VI. √3 into VA. In a single phase motor, split phase is achieved by connecting a capacitor. Single phase മോട്ടറിനകത്ത് നമ്മൾ സ്പ്ലിറ്റ് ഫേസ് സെൽഫ് സ്റ്റാർട്ടിംഗ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കപ്പാസിറ്റർ കൊടുക്കുന്നത്. കപ്പാസിറ്റർ ചെയ്യുന്നത് ഫ്ലേസിനെ സ്പ്ലിറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിന് സീരീസ് ആയിട്ടാണ് ആരെ കണക്ട് ചെയ്യുന്നത്, കപ്പാസിറ്റർ. എ കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് സിമ്പിളായിരുന്നു, വളരെ സിമ്പിളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ടഫൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. വിൽ സീ യു നെക്സ്റ്റ് ക്ലാസ്.